Hi friends, welcome back to another video of our YouTube channel. ഇന്ന് നമ്മൾ അക്കൗണ്ട്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ടു ഫൈനലൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും അല്ലെങ്കിൽ സ്റ്റുഡൻസിനായാലും ആർക്കായാലും അക്കൗണ്ട്സ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻസ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ സെഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു അക്കൗണ്ടൻ്റ് ആകാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതായത് അക്കൗണ്ടൻ്റായി എങ്ങനെ ജോബ് ചെയ്യാം, എന്തൊക്കെ ജോബുകൾ അക്കൗണ്ടൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബ്. നിങ്ങൾ തിയറിറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ട്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അക്കൗണ്ട്സ് മാനേജ് ചെയ്ത് കൊണ്ടുപോകും, അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് പഠിപ്പിക്കുന്നത്. അതിലും ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എല്ലാവരും യൂസ് ചെയ്യുന്നെങ്കിലും മാനുവൽ അക്കൗണ്ട്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം മാനുവൽ അക്കൗണ്ട്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അക്കൗണ്ടൻ്റ് എന്ന രീതിയിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാനുവൽ അക്കൗണ്ട്സിൽ തുടങ്ങുക. അതിൽ തന്നെ നമ്മൾ ഡേ ബുക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് സിംഗിൾ കോളം ഡബിൾ കോളം ഒക്കെ ഉണ്ട്. സിംഗിൾ കോളം ഡേ ബുക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡും ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. സിംഗിൾ കോളം ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് ഫസ്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റാണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡേറ്റ്, ഫോളിയോ, പർട്ടിക്കുലേഴ്സ്, നമ്മൾ റെസിപ്റ്റ് എമൗണ്ടും പേയ്മെൻറ്റ് എമൗണ്ടും ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഫൈനലി നമുക്ക് ക്യാഷ് ബാലൻസ് ആയിരിക്കും കിട്ടുന്നത്. അന്നത്തെ ദിവസത്തെ ക്യാഷ് ബാലൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ടാലി ചെയ്ത് നോക്കാം. ക്യാഷ് ബാലൻസ് നമ്മുടെ കയ്യിലുള്ള ക്യാഷും നമ്മുടെ ഈ ക്യാഷ് ബുക്കിൽ വന്ന ബാലൻസും തമ്മിൽ നമുക്ക് ചെക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിലെ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കുക, റെസിപ്റ്റ് പേയ്മെൻറ്റ് എമൗണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഓരോ ദിവസവും ട്രാൻസാക്ഷൻസ് നടക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻ അതിൽ കുറച്ച് സാമ്പിൾസാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക ട്രാൻസാക്ഷൻസ് ഡേ ബുക്കിലേക്ക്. അപ്പോൾ റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് നിങ്ങൾക്കത് ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നതുമ്പം മനസ്സിലാകും. നമ്മളെല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ക്യാപിറ്റൽ റിസീവ് ചെയ്യുന്ന കാര്യമല്ലേ കൊടുത്തേക്കുന്നത്. ജോസഫിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ കിട്ടി, അത് ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് പർട്ടിക്കുലേഴ്സിൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ജോസഫിൻ്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ കിട്ടി എന്നുള്ളത് കൊടുക്കുക. ക്യാപിറ്റൽ ഫ്രം ജോസഫ് ബൈ ക്യാഷ്. റെസിപ്റ്റ് ആയതുകൊണ്ട് തന്നെ റെസിപ്റ്റ് കോളത്തിൽ എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് തരണം. കാരണം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും. മാനുവൽ അക്കൗണ്ട്സ് ആണ്, മാനുവലി ടോട്ടൽ ചെയ്യണം. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പൈസയുടെ കോളത്തിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ 9,000 നമ്മൾ റെക്കോർഡ് ചെയ്തു റെസിപ്റ്റ് കോളത്തിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ എൻട്രിയാണ്. മൂന്നാമത്തെ എൻട്രിയിലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്, ചെക്കായിട്ടാണ് നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നത്, ക്യാഷ് ആയിട്ടല്ല. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ക്യാഷിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇവിടെ ചെക്കായിട്ടാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഡെയിലി നടക്കുന്ന എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്തേ പറ്റൂ. പക്ഷേ നമുക്ക് ക്യാഷ് ബാലൻസ് മതി. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നില്ലാവണം. അതിനുവേണ്ടി ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യാപിറ്റൽ കൊണ്ടുവന്നു. സോ റെസിപ്റ്റ് എന്നുള്ള രീതി നമ്മൾ എന്ത് ചെയ്തു, ക്യാപിറ്റൽ ഫ്രം അശോക് ബൈ ചെക്കിൻ്റെ നമ്പർ കൊടുക്കുക, നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എമൗണ്ട് എഴുതുക. എന്നതിന് ശേഷം ഇത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഓപ്പോസിറ്റ് എൻട്രി വരണം. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ടു ബാങ്ക് ബൈ ചെക്കിൻ്റെ നമ്പർ കൊടുക്കുക, എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, പേയ്മെൻറ്റ് സൈഡിൽ കൊടുത്തു. അപ്പോൾ ഇത് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇത് നിങ്ങളുടെ ക്യാഷ് ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിക്കുക. ചെക്ക് ട്രാൻസാക്ഷൻ, ബാങ്ക് റിലേറ്റഡ് ട്രാൻസാക്ഷൻ വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. എന്നാൽ ഫോർത്ത് എൻട്രി എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് ടു ബാങ്ക്, നമ്മളവിടെ ക്യാഷാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പോയി പേയ്മെൻ്റ് ആയിട്ട് മാത്രം കാണിച്ചാൽ മതി. അവിടെ 2 എൻട്രി ഒന്നും വരത്തില്ല, ഒറ്റ എൻട്രിയാണ് വരുന്നത്. കാരണം ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ തേർഡ് കേസിലെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ്റെ കേസിൽ നമുക്ക് ചെക്കായിട്ട് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അവിടെ 2 എൻട്രി കൊടുത്തത്.
ഓപ്പോസിറ്റ് എൻട്രി കൊടുത്ത് ക്യാൻസൽ ചെയ്തത് നമുക്ക് ക്യാഷ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ക്യാഷിനെ നിൽ എഫക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ എൻട്രീസും വായിച്ച് നോക്കുക. റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുക, അതായത് കോളത്തിൽ കൊടുക്കുക. പർട്ടിക്കുലേഴ്സിൽ എന്ത് ട്രാൻസാക്ഷൻ ആണോ നടന്നത് അത് ഡീറ്റെയിൽസ് കൊടുക്കുക. ചെക്ക് ഉണ്ടെങ്കിൽ ചെക്ക് നമ്പർ കറക്റ്റ് കൊടുക്കുക. കാരണം ഈ ചെക്ക് നമ്പറൊക്കെ കറക്റ്റ് കൊടുത്താലേ നമ്മൾ ഈ സൂക്ഷിച്ച് വെക്കുന്ന ചെക്കുമായിട്ട് ഇതൊക്കെ വെരിഫൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബില്ലുണ്ടെങ്കിൽ ബിൽ നമ്പർ കൊടുക്കുക, ചെക്ക് നമ്പർ കൊടുക്കുക, ഡേറ്റ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് പർട്ടിക്കുലേഴ്സിൽ കൊടുക്കുക. ഫോളിയോ കോളം ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അതേപോലെ വിടുക. അത് പിന്നീട് നമുക്ക് വരുന്ന സെഷനുകളിൽ അവിടെ എന്താണ് വരുന്നതെന്നൊക്കെ മനസ്സിലാകും. അപ്പോൾ ഓരോ സെഷനും ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യുക. കാര്യം മനസ്സിലാക്കി ചെയ്താൽ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പനി നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം നടന്ന ട്രാൻസാക്ഷൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു ഡേ ബുക്കിലേക്ക്. അതുകൂട്ട് റെക്കോർഡ് ചെയ്യുക, മാനുവലി ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ടോട്ടൽ ചെയ്യുന്നത് നോക്കി. ഇവിടെ നമ്മൾ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും കൊടുക്കാനത്. ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യും, റെസിപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് കൂടുതലുള്ള എമൗണ്ട് നമ്മൾ ഗ്രാൻഡ് ടോട്ടലായിട്ട് രണ്ടിടത്തും എഴുതുക. ശേഷം നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഗ്രാൻഡ് ടോട്ടൽ കുറച്ച് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് അടുത്ത ദിവസം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളപ്പോൾ ഇന്ന് എന്താണ് സിംഗിൾ കോളം ഡേ ബുക്കാണ് പ്രിപ്പയർ ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു തന്നു, അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കുക, അതിൻ്റെ ഓരോ ട്രാൻസാക്ഷനും റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുക, എൻട്രി ചെയ്യുക. റെസിപ്റ്റ് ആണെങ്കിൽ റെസിപ്റ്റ് കോളത്തിൽ എഴുതുക, പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് കോളത്തിലോട്ട് എഴുതുക. ഇനി ചെക്ക് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്യുക, അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ടോട്ടൽ ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക, ഗ്രാൻഡ് ടോട്ടൽ കൊടുക്കുക. അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് ഡേ ഓപ്പണിംഗ്. അപ്പോൾ ഡേറ്റ് ഒക്കെ കറക്റ്റ് കൊടുക്കുക. നമ്മൾ സെയിം ഡേറ്റ് തന്നെയാണ് വരുന്നത്, കാരണം ഒരു ഡെയിലി ട്രാൻസാക്ഷനാണ് എഴുതി പോകുന്നത്. അപ്പോൾ ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തു, ബാക്കി നമ്മൾ സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും ഡേറ്റ് എടുത്ത് എഴുതണമെന്നൊന്നുമില്ല. പർട്ടിക്കുലേഴ്സ് കറക്റ്റ് കൊടുക്കണം, ചെക്ക് നമ്പറും ബിൽ നമ്പറും ഒക്കെ കറക്റ്റ് കൊടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിന് ഡേ ബുക്കൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ. ആ ബുക്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് പഠിക്കാം. ഇത് ഞാൻ എക്സൽ ഷീറ്റിനകത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോർമുല കാണിച്ചു തന്നതാണ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാനൊരു സ്പീഡ് വരും. ഇപ്പോൾ കമ്പനികളിലൊക്കെ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് ഇതൊന്നും അറിയണ്ടെന്നല്ല, മാനുവൽ അക്കൗണ്ട്സ് അറിഞ്ഞിരിക്കണം. കാരണം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, മാനുവലി ചെയ്ത് അക്കൗണ്ട്സൊക്കെ അറിയാമെങ്കിൽ. അപ്പം ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെഷൻസൊക്കെ ഇനിയുണ്ട്. ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പോൾ അടുത്ത സെഷനും വരുന്നതാണ്. ഇനി നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഒക്കെ PDF ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.